റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പെണ്ണുങ്ങളിൽ ഏറ്റവും നല്ല പെണ്ണ് തന്റെ ഭർത്താവ് വീട്ടിലില്ലാത്ത സമയത്ത് ശരീരം സൂക്ഷിക്കുകയും വീട് സുരക്ഷിതമായി കൊണ്ടു നടക്കുകയും ഭർത്താവിന്റെ സമ്പാദ്യം ധൂർത്തടിക്കാതിരിക്കുകയും ചെയ്യുന്ന പെണ്ണ്, അവളാണ് പെണ്ണുങ്ങളിൽ ഏറ്റവും നല്ലവളെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഹസ്ബുക മിൻ നിസാഇൽ ആലമീന ബിഅർബഇൻ, 4 പെണ്ണുങ്ങൾ ലോക വനിതകളിൽ ഏറ്റവും വലിയ സ്ഥാനം വഹിച്ചിട്ടുണ്ടെന്ന് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുക മിൻ നിസാഇൽ ആലമീന ബിഅർബഇൻ, ലോക മഹിതകളിൽ, ലോക സഹോദരിമാരിൽ, ലോകത്തെ മഹതിമാരിൽ 4 പെണ്ണുങ്ങൾ ഉന്നതമായ സ്ഥാനം വഹിച്ചവരാണ്. ഒന്ന് മറിയം ബിൻതു ഇമ്രാൻ, ഇമ്രാനിന്റെ മകൾ മറിയം റളിയല്ലാഹു അൻഹ. വ ആസിയ ഇംറഅതു ഫിർഔൻ, ഫിർഔനിന്റെ ഭാര്യയായിരുന്ന ആസിയ റളിയല്ലാഹു അൻഹ. ഇംറഅതു ഫിർഔൻ, ഖുർആൻ അങ്ങനെ പറയുന്നത്, വദറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ. വദറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ. ഫിർഔനിന്റെ ഭാര്യയെ അല്ലാഹു സത്യവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും മാതൃകയായി പടച്ചു, മാതൃകയായി അല്ലാഹു നിയോഗിച്ചു. മാതൃകയായി നിയോഗിച്ച ഈ ആസിയ ബീവി വിശ്വാസിയായിരുന്നില്ല തന്റെ ഭർത്താവ് എന്നതിന്റെ പേരിൽ. ആസിയ ബീവിയെ പറ്റി പറഞ്ഞപ്പോ സൗജത്തു ഫിർഔൻ എന്ന് പറഞ്ഞില്ല, കാരണം അവിടെ ഈമാനിന്റെ പൊരുത്തമുണ്ടായിട്ടില്ല, ഭർത്താവ് മുഅ്മിനല്ല. അതിന്റെ പേരിൽ മുഅ്മിനത്തായ ആസിയ ബീവിയെ അല്ലാഹു ഇണയാണെന്ന് പറയുന്ന സൗജത്ത്, സൗജി എന്ന പ്രയോഗം പ്രയോഗിച്ചില്ല. ഇംറഅതു ഫിർഔൻ, ഫിർഔനിന്റെ പെണ്ണ്. മഹദിയാണെങ്കിൽ മുഅ്മിനത്താൻ, ഫറോവ മുഅ്മിനത്തല്ല. ഈമാനിക ബന്ധമുണ്ടാകുമ്പോഴും സന്താന സൗഭാഗ്യമുണ്ടാകുമ്പോഴുമാണ് അല്ലാഹു സൗജി ഇണയെന്ന് പറഞ്ഞിട്ടുള്ളത്. വദറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ, ഫറോവയുടെ പെണ്ണ് ആസിയ റളിയല്ലാഹു അൻഹാ. ആസിയ റളിയല്ലാഹു അൻഹാ, ആസിയ ബീവി ലോക വനിതകളിൽ ഉന്നതമായ സ്ഥാനം വഹിച്ചവരാണ്. വഖദീജത്തു ബിൻതു ഖുവൈലിദ്, ഹബീബായ നബി തങ്ങളുടെ ആദ്യത്തെ ഭാര്യയും ഈ ലോകത്തെ ഇസ്ലാമിലെ മെമ്പർഷിപ്പ് ആദ്യം എടുത്തത് ഒരാണല്ല, അത് പെണ്ണാണ്, ഒരു മഹദിയാണ്. ഇസ്ലാമിലെ ആദ്യത്തെ മെമ്പർഷിപ്പ് നബി തങ്ങൾ ഏൽപ്പിക്കുന്നത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ്. അതിൽ പിന്നെയാണ് സിദ്ദീഖ് എന്നവർ വരുന്നത്, അതിൽ പിന്നെയാണ് അലിയാർ വരുന്നത്, അതിൽ പിന്നെയാണ് മറ്റു സുഹാബിമാർ കടന്നു വരുന്നത്. ആദ്യത്തെ മെമ്പർഷിപ്പ് ഒരു മഹദിയാണ്, ഖദീജ റളിയല്ലാഹു അൻഹാ. വ ഫാത്തിമ ബിൻതു മുഹമ്മദിൻ, മുഹമ്മദ് നബി തങ്ങളുടെ പ്രിയപ്പെട്ട മോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ ഫാത്തിമത്തു സഹ്റാ. ഈ 4 മഹദിമാർ. ഹസ്ബുക മിൻ നിസാഇൽ ആലമീന ബിഅർബഇൻ, ഈ 4 മഹദിമാരെ അല്ലാഹു ലോകത്തിന് പരിചയപ്പെടുത്തുന്നത് ചാരിത്രശുദ്ധിയുടെ, ഈമാൻ തെളിമയുടെ ഏറ്റവും മഹിതമായ ഉദാഹരണങ്ങളായിട്ടാണ്. വദറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ ഇദ് ഖാലത് റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്നഹ് ونجني من فرعون وعمله ونجني من القوم الظالمين. ഫറോവയുടെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്ന പേടിയുണ്ട്, ഫറോവയുടെ കിങ്കരന്മാർ ഉപദ്രവിക്കുമെന്ന പേടിയുണ്ട്. ആ രാജ്യത്ത് അധികാരം കൈയാളുന്ന കിബിച്ചികളുടെ കയ്യിൽ നിന്ന് ഏൽക്കുന്ന വളരെ ദുഷിച്ച വാക്കുകള്, അപമാനപ്പെടുത്തലുകൾ, ഇതെല്ലാം ഉണ്ടായിട്ടും സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാമിന്റെ കൂടെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മൂസ റസൂലുള്ളാഹ് എന്ന് കലിമ ചൊല്ലി വിശ്വസിച്ച മഹദിയാണ് ആസിയ റളിയല്ലാഹു അൻഹാ. ഭർത്താവ് നീ തല മറക്കണ്ട എന്ന് പറയുമ്പോഴേക്കും അത് ഒഴിവാക്കുന്ന പെണ്ണെ, ഭർത്താവ് നീ അന്യവരോടൊക്കെ ഇടപഴകിക്കോ, എനിക്കൊരു പ്രശ്നവുമില്ലെന്ന് പറയുമ്പോ അത് അനുമതിയാണെന്ന് വിചാരിക്കുന്നവളെ വീട്ടുകാരും കുടുംബങ്ങളുമെല്ലാം ചെയ്യുന്നത് തിന്മകളാണെങ്കിൽ പോലും അത് എനിക്ക് മതി എന്ന് പറഞ്ഞ് ആശ്വസിക്കുന്നവരെ നമ്മൾ അറിയണം. ചുറ്റുപാടുകൾ മുഴുവനും നമുക്ക് എതിരാണെങ്കിൽ തന്നെയും നന്മ നന്മയായിട്ട് നിൽക്കും, തിന്മ തിന്മയായിട്ട് തന്നെയാണ്. ولا تستوي الحسنة ولا السيئة ولو أعجبتك كثرة الخبيث.
തിന്മയും നന്മയും ഒരുപോലെയല്ല, തിന്മയും നന്മയും ഒരുപോലെയല്ല. വലൗ അഅജബത്ക കസറത്തുൽ ഖബീസ്, നബിയെ തിന്മയുടെ ആധിക്യം കാണുമ്പോൾ അങ്ങേക്ക് അത്ഭുതം തോന്നാമെങ്കിലും, ലോകത്ത് മുഴുവൻ ആളുകളും തിന്മ ചെയ്തേക്കാം, എന്നാലും നബിയെ ഒരു തിന്മയും സാധൂകരിക്കപ്പെടുന്നില്ല. ആളുകൾ ചെയ്യുന്നത് കൊണ്ട് തിന്മ തിന്മയാണ്, നന്മ നന്മയാണ്. ചാരിത്രശുദ്ധിയുടെ മാതൃകയായി മറ്റൊരു വനിതയെ കൂടി അല്ലാഹു പരിചയപ്പെടുത്തുന്നു സത്യവിശ്വാസിനികൾക്ക്. വമറിയം ഇബ്നത ഇംറാൻ അല്ലതി അഹ്സനത് ഫർജഹാ فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. ആസിയ റളിയല്ലാഹു അൻഹ കൊട്ടാരത്തിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ സ്വന്തം വീട്ടിലേക്ക് പോകാമെന്ന് പോലും ചിന്തിക്കാൻ വകയില്ലാതിരുന്ന ആസിയ ബിൻതു മിൽഹാൻ റളിയല്ലാഹു അൻഹ, ആസിയ ബീവി റളിയല്ലാഹു അൻഹയാണിത്. സ്വന്തം ഭർത്താവിനാൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത് വിശ്വാസിനിയായതിന്റെ പേരിൽ. ആ മഹദി പറഞ്ഞു, റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗലോകത്ത് എനിക്കൊരു വീട് വേണം എന്ന് ചോദിക്കുകയാണ്. പക്ഷെ ആ ചോദിച്ച ചോദ്യത്തിന് പ്രത്യേകതയുണ്ട്. എനിക്ക് വീട് വേണം എന്നല്ല പറയുന്നത്, ഫറോവയുടെ കൊട്ടാരത്തിന് പകരം എനിക്ക് സ്വർഗത്തിലെ വീട് മതി എന്നാണ് ചോദിക്കുന്നത്. എന്നാൽ ആദ്യം പറഞ്ഞത് ഇൻദക, അല്ലാഹുവേ നിന്റെ അരികത്തേക്ക് എനിക്ക് വരണം, അവിടെ എനിക്കൊരു വീട് വേണം. അള്ളാഹുവിന്റെ സാമീപ്യമാണ് എനിക്ക് വേണ്ടത്, അവിടെയാണ് എനിക്ക് വീട് വേണ്ടതെന്ന് ആദ്യം അള്ളാഹുവിന്റെ മഅയ്യത്ത് ചോദിച്ച മഹദിയാണ് ആസിയ ബിൻതു മിൽഹാൻ റളിയല്ലാഹു അൻഹ. അള്ളാഹുവേ നിന്റെ അരികത്ത് എനിക്കൊരു വീട്, എനിക്കൊരു വീട് അത് നിന്റെ അരികത്താവണം. അങ്ങനെയല്ല, നിന്റെ അരികത്ത് എനിക്കൊരു വീട്. റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിലൊരു വീട് നീ എനിക്ക് തരേണ്ടത് നിന്നെ എനിക്ക് എപ്പോഴും കാണാൻ പറ്റുന്നിടത്താവണം, നിന്നെ എനിക്ക് എപ്പോഴും കാണണം, നിന്റെ അരികത്താവണം റബ്ബേ, നിന്റെ സാമീപ്യം എനിക്ക് വേണം, നിന്റെ റഹ്മത്തിന്റെ ഖുർബ് എനിക്ക് വേണം. അതാഗ്രഹിച്ചുകൊണ്ട് ദുആ ചെയ്ത പെണ്ണാണ് മഹദിയായ ആസിയ ബിൻതു മിൽഹാൻ റളിയല്ലാഹു അൻഹ. ആ മഹദിയാണ് സത്യവിശ്വാസിനികൾക്ക് നേതാവായി മാറുന്നത്, അള്ളാഹുവിന്റെ സാമീപ്യം ചോദിച്ച പെണ്ണ്. അള്ളാഹു നമുക്ക് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും റഹ്മാനായ അള്ളാഹുവിന്റെ ആ ഒരു ഖുർബത്തും റബ്ബ് തആലയെ കാണാനുള്ള ലദ്ദത്തുൻ നദരി ഇലാ വജ്ഹിഹി, ആ സൗഭാഗ്യവും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആയിഷ റളിയല്ലാഹു അൻഹ, നാളെ പരലോകത്തേക്ക് സത്യവിശ്വാസികൾ സിറാത്ത് പാലം കടക്കേണ്ടവരാണ്. ജിസ്റുൻ മദ്റൂബുൻ അലാ മത്നി ജഹന്നം അഹദ്ദ മിനസ് സൈഫി വഅഖഫ മിനസ് ശഅരി എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയുന്ന വാളിനേക്കാൾ മൂർച്ചയുള്ളതും മുടിയേക്കാൾ നേർത്തതുമാണ് ആ പാലം. അത് ഭൂമിയിലെ പാലത്തോട് ഉപമിക്കരുത്. ഈ ഭൂമിയിലെ ഫിസിക്കൽ ഡൈമെൻഷൻസ് വെച്ചുകൊണ്ട് അതിനെ മെഷർ ചെയ്യാൻ പറ്റുന്നതല്ല. ആഖിറത്തിന്റെ മെഷർമെന്റുകൾ വേറെയാണ്, ആഖിറത്തിന്റെ ഡൈമെൻഷൻസ് വേറെയാണ്. ആ ഒരു പാലം കടന്ന് അവസാനം സത്യവിശ്വാസികൾ പറയും അൽഹംദുലില്ലാഹില്ലദീ നജ്ജാനാ, നമ്മളെ രക്ഷപ്പെടുത്തിയ അല്ലാഹുവേ നിനക്ക് സ്തുതി എന്ന് പറയുന്ന ഒരു ഭാഗം വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ് സമൂം. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു താബിഈൻ. ആ മഹാനവറുകൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മഹദിയാണെങ്കിലും അവർക്ക് അമ്മായിയാണ്. മഹദിയെ വീട്ടിൽ ചെന്ന് കാണാൻ ചെന്നപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നിന്ന് നിസ്കരിക്കുകയായിരുന്നു. ആ രാവിലെ നേരം നിന്ന് നിസ്കരിക്കുന്നു. ബീവിയോടൊന്ന് സലാം പറഞ്ഞ് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ, സേവനം വല്ലതും വേണോ എന്ന് ചോദിക്കാൻ ചെന്ന മഹാനവറുകൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നിന്ന നൃത്തത്തിൽ ഇങ്ങനെ ഓതുകയാണ്, ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ് സമൂം. അല്ലാഹുവേ നീ ഞങ്ങളോട് വലിയൊരു ഉപകാരം ചെയ്തുവല്ലോ റബ്ബേ. തീക്കാറ്റ് പാറുന്ന, തീക്കാറ്റടിക്കുന്ന നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയല്ലോ എന്ന് നരകത്തിലേക്ക് ചാടാതെ സ്വർഗം കടക്കാൻ പോകുന്ന ആളുകൾ സിറാത്ത് കടന്നാൽ പറയുന്ന ആ വചനം വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്ന ഭാഗം ആയിഷ റളിയല്ലാഹു അൻഹ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ് സമൂം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ 18 വയസ്സ് വരെയുള്ള ഹബീബിന്റെ കൂടെയുള്ള ജീവിതമാണ് നമ്മൾ സാധാരണ വഅദുകളിൽ പ്രഭാഷണങ്ങളിൽ കേൾക്കാറുള്ളത്. ആയിഷ ബീവിക്ക് അത് കഴിഞ്ഞൊരു 40 വർഷത്തെ ജീവിതം ഉണ്ടായിട്ടുണ്ട്.
നബി തങ്ങൾ വഫാത്തായി 40 കൊല്ലത്തോളം ഈ ഉമ്മത്തിന് ഇൽമ പഠിപ്പിച്ച മഹദിയാണ് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. 40 കൊല്ലം ദർസ് നടത്തിയവരാണ്. അച്ഛാ റളിയല്ലാഹു അൻഹുവിനെ പോലെ മഹാന്മാരായ താബിഈങ്ങളായ ആളുകൾ ആയിഷ ബീവിയിൽ നിന്ന് വന്ന് ഇൽമ പഠിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, സ്വഹാബികൾക്ക് എന്തെങ്കിലും ഹദീസുകളിൽ സംശയം വരികയാണെങ്കിൽ ആ സംശയ നിവാരണത്തിന്, പരിഹാരത്തിന് അവർ ഓടിച്ചെല്ലുന്നത് മറ്റെവിടേക്കുമല്ല, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയിലേക്കാണ്. കാനത് ആബിദതൻ സ്വഇമത്തദ് ദഹ്രി, കാലം മുഴുവൻ നോമ്പെടുത്തിരുന്നു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. സുന്നത്ത് നോമ്പ് വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന മഹദിയാണത്. 40 കൊല്ലം ബീവി ജീവിച്ചിട്ടുണ്ട് ഹബീബിന്റെ വഫാത്തിന് ശേഷം. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഭാര്യമാരെ മറ്റാർക്കും വിവാഹം ചെയ്യൽ ഹറാമാണ്. പുനർവിവാഹം നടന്നില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അതൊട്ട് ആഗ്രഹിച്ചിട്ടുമില്ല. ഹബീബായ നബി തങ്ങളുടെ കാലശേഷം ഇൽമിന്റെ സേവനം ചെയ്ത് ആളുകൾക്ക് ഇൽമ പഠിപ്പിച്ചുകൊണ്ടിരുന്ന മഹദിയാണിത്. ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മുടെ പെൺകുട്ടികളൊക്കെ വിവാഹം കഴിയുമ്പോഴേക്കും പഠനം നിർത്തിവെക്കുന്നവര്, വിവാഹം കഴിഞ്ഞാൽ പിന്നെ പഠിക്കണ്ട എന്ന് ചിന്തിക്കുന്നവര്, വിവാഹം കഴിഞ്ഞാൽ പിന്നെ മക്കളെ നോക്കിയിരുന്നാൽ മതി, ഇനി പഠിക്കേണ്ടതില്ല, എല്ലാം പഠിച്ചു തീർന്നു, ഇനി പഠിക്കാൻ അവസരമില്ല എന്ന് പറയുന്ന സഹോദരിമാരെ, മഹദിമാരെ, ആയിഷ റളിയല്ലാഹു അൻഹ 40 കൊല്ലത്തെ ഈ ഉമ്മത്തിന്റെ മുദർരിസത്തായി മാറിയത് ആ പഠിച്ചത് മുഴുവൻ ഹബീബിന്റെ കൂടെ വിവാഹിതയായി ജീവിച്ചതിന്റെ ശേഷമാണ്. കല്യാണം കഴിഞ്ഞതിന്റെ ശേഷമാണ് ബീവി പഠിച്ചത്. കല്യാണം കഴിഞ്ഞതിന്റെ ശേഷമാണ് ബീവി ഈ ഉമ്മത്തിന് ഇൽമിന്റെ സേവനം ചെയ്തത്. അതുകൊണ്ട് കല്യാണം കഴിച്ചാൽ പിന്നെ പഠിക്കാൻ കഴിയില്ലെന്ന ഉപായം ഇനി പറയാനിരിക്കല്ലേ. കിട്ടിയ അവസരങ്ങൾ ഉപയോഗപ്പെടുത്ത്. വിജ്ഞാനമില്ലെങ്കിൽ നമ്മളും മൃഗങ്ങളും എന്ത് വ്യത്യാസം? ഇൽമില്ല എങ്കിൽ മനുഷ്യരും മറ്റു ജീവികളും എന്ത് വ്യത്യാസം? അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് അത് കിട്ടുമ്പോഴല്ലേ ഹൃദയത്തിന് ഒരു എൻലൈറ്റ്മെന്റ്, ഒരു എന്തെന്നില്ലാത്ത വെളിച്ചം, എൻലൈറ്റ്മെന്റ്, എന്തെന്നില്ലാത്ത പ്രഭയും അകവെളിച്ചവും ഉണ്ടാകുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആബിദത്താണ്. നിന്ന നൃത്തത്തിൽ ഒരുപാട് നേരം ഈ ആയത്ത് ഇങ്ങനെ ഓതിക്കൊണ്ടിരുന്നപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അങ്ങാടിയിൽ പോയിട്ട് വരാം, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടല്ലോ. അപ്പോഴേക്കും ബീവിയുടെ നിസ്കാരം തീർന്നേക്കും. അങ്ങാടിയിൽ പോയി 1 മണിക്കൂറിലേറെ സമയമെടുത്ത് തിരിച്ചു വന്നപ്പോൾ അതേ നൃത്തത്തിൽ കരഞ്ഞുകൊണ്ട് ബീവി ഓതുകയായിരുന്നു, ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം. അല്ലാഹുവേ, നരകത്തിന്റെ തീയിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയല്ലോ എന്ന് സത്യവിശ്വാസികൾ പറയുന്ന ആ ഒരു രംഗം ബീവി ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഒരേ ആയത്തും മണിക്കൂറുകളോളം ഓതി നിസ്കരിച്ച മോൾ മഹദിയാണ് നമ്മുടെ ഉമ്മയായ ആയിഷത്തു സിദ്ദീഖ ബിൻതു സിദ്ദീഖ് അൽ മുബറഅതു മിൻ ഫൗഖി 7 സമാവാത് ബിഖൗലില്ലാഹി വനസ്ഹി ബിൽ ഖുർആൻ. ആയിഷ റളിയല്ലാഹു തആല അൻഹ റളിയല്ലാഹു അൻ നബിഹാ വസല്ലല്ലാഹു അലാ സൗജിഹാ ഹബീബിനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആസിയം റഅതു ഫിർഔൻ വഖദീജ ബിൻതു ഖുവൈലിദ് വഫാത്തിമ ബിൻതു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മഹദിമാർ ലോകത്തെ ഉന്നതമായ സ്ഥാനം വഹിച്ചവരാണ്. അനസ് തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. ഹസ്ബുക മിൻ നിസാഇൽ ആലമീന ബിഅർബഇൻ. മറിയം ബീവി അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. വമർയമ ബിനത ഇമ്രാൻ. ഇമ്രാനിന്റെ മകൾ മറിയം, ഹന്ന ബീവിയുടെ മകളാണ് മറിയം. ഇമ്രാൻ എന്നവരുടെ മകളാണ് മറിയം റളിയല്ലാഹു അൻഹാ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മോൾ ഫാത്തിമ ബീവിയെയും മറിയം ബീവിയെയും ബന്ധപ്പെടുത്തിയിട്ട് ഓറിയന്റലിസ്റ്റുകളായ ആളുകൾ ഒരു കവിത ചൊല്ലിയിരുന്നു. മറിയം ബീവിയുടെ സ്ഥാനം വലുതാണെന്ന് പറയുകയും ഫാത്തിമ ബീവിയെ താഴ്ത്തിക്കെട്ടുകയുമാണ് അവരുദ്ദേശിച്ചത്. നമ്മൾ അങ്ങനെയല്ല. ഇവരെല്ലാവരും മഹദിമാരാണ്. അള്ളാഹു ഉന്നതമായ സ്ഥാനം നൽകിയവരാണ്. അല്ലാമ ഇഖ്ബാലിന്റെ മുമ്പിൽ അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ട്. ഇഖ്ബാൽ അറബിയിൽ കവിത ചൊല്ലാറില്ല, പക്ഷെ അദ്ദേഹം അറബിയിൽ ചൊല്ലിയ കവിതയാണിത്. മറിയം ബീവി ആരാണ്? ഒരു പ്രവാചകന്റെ ഉമ്മയല്ലേ? എന്നാൽ ഫാത്തിമ ബീവി അത്രക്കൊന്നും ഇല്ലല്ലോ എന്ന് ഓറിയന്റലിസ്റ്റുകളായ ഇസ്ലാമിന്റെ വിരോധികൾ കളിയാക്കി പറഞ്ഞപ്പോ മഹാനായ അല്ലാമ ഇഖ്ബാൽ 2 വരി കവിത അറബിയിൽ ചൊല്ലിക്കൊടുത്തിട്ടുണ്ട്. ഹിയ ഉമ്മുമൻ ഹിയ സൗജുമൻ ഹിയ ബിൻതുമൻ ഹിയ ഉമ്മുമൻ ഹിയ ബിൻതുമൻ ഹിയ സൗജുമൻ ഫമൻ യുദാനി ബിൽ ഫഖ്രി അബാഹാ. മറിയം അലൈഹിസ്സലാം, മറിയം ബീവി ഒരു പ്രവാചകന്റെ ഉമ്മയാണ്. ഈസ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയാണ്. എന്നാൽ
ഫാത്തിമ റളിയല്ലാഹു അൻഹയാണെങ്കിലോ ഹിയ ഉമ്മുമൻ ഹിയ ബിൻതുമൻ ഹിയ സൗജുമൻ ഫമൻ യുദാനി ബിൽ ഫഖ്രി അബാഹാ. ആരാണ് ഫാത്തിമ ബിവിയോളം അരികത്തെത്താനുള്ളത്? അവരാരുടെ മോളാണ്, ആരുടെ ഉമ്മയാണ്, ആരുടെ ഭാര്യയാണ്? അലിയാരുടെ ഭാര്യയല്ലയോ? അഷ്റഫുൽ ഖൽഖിന്റെ മോളല്ലയോ? സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗീയ യുവാക്കളുടെ നേതാക്കന്മാർ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ ഉമ്മയല്ലയോ ഫാത്തിമ ബിവി എന്ന് ഓരിയന്റലിസ്റ്റുകൾക്ക് മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. മറിയം ബിവി റളിയല്ലാഹു അൻഹയെ സ്ഥാനം കുറച്ചു കാണുന്നവരല്ല മുസ്ലിമീങ്ങൾ. ആ മഹദിയുടെ പേരിലാണ് ഖുർആനിൽ ഒരു ചാപ്റ്റർ ഉള്ളത്. ക്രിസ്ത്യാനികൾക്ക് പോലും ബൈബിളിൽ ചാപ്റ്റർ മറിയം എന്ന് കാണാൻ കഴിയില്ല. ഖുർആനിൽ സൂറത്ത് മറിയമുണ്ട്. മറിയം ബീവിയെ അത്രമേൽ ആദരിച്ച ഗ്രന്ഥമാണ് അല്ലാഹുവിന്റെ കിതാബ്. വമറിയം ഇബ്നത ഇംറാൻ അല്ലതി അഹ്സനത് ഫർജഹാ. ചാരിത്ര ശുദ്ധി സൂക്ഷിച്ച മോളാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹ. ബൈബിൾ കണക്ക് പ്രകാരം ബീവിക്ക് 14 വയസ്സായിരുന്നത്രേ. നമ്മുടെ കിതാബുകളിൽ എത്ര പ്രായമായപ്പോഴാണ് മറിയം ബീവി ഈസ നബി അലൈഹിസ്സലാമിന് ഗർഭം ധരിച്ചതെന്നറിയില്ല. പക്ഷേ അവർ യുവതിയാണ്, ചെറുപ്പക്കാരിയാണ്, കുളിച്ചു വരുന്ന വഴിവക്കിലാണ് ചെറുപ്പക്കാരൻ. നല്ല സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ തന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. മറിയം ബീവി റളിയല്ലാഹു അൻഹ ചെറുപ്പക്കാരിയാണ്, അവർക്ക് പ്രായപൂർത്തിയായതിന്റെ ശേഷമാണിത്. നല്ലൊരു ചെറുപ്പക്കാരൻ, സുമുഖനായവൻ, കാണാൻ ഭംഗിയുള്ള ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ. നമ്മുടെ പെൺകുട്ടികളൊന്ന് ആലോചിക്കണം, മറിയം ബീവിയുടെ മറുപടി എന്താണ്? നമ്മൾ കൊടുക്കുന്ന മറുപടികൾ എങ്ങനെയാണ്? മഹദി റളിയല്ലാഹു അൻഹു പറയുന്നു, അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയാ. മറിയം റളിയല്ലാഹു അൻഹ ആ മനുഷ്യനെ കണ്ടപ്പോൾ അത് മാലാഖയായിരുന്നു, മനുഷ്യനായിരുന്നില്ല, മാലാഖയായിരുന്നു. പക്ഷേ മറിയം ബീവിക്ക് അറിയില്ലല്ലോ ജിബ്രീലാണ് വന്നിട്ടുള്ളത്, റൂഹുൽ ഖുദ്സാണ് ഈ വന്നതെന്ന്. മറിയം ബീവി പറഞ്ഞു, അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയാ. കാരുണ്യവാനായ അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ അഭയം ചോദിക്കുകയാണ്. നീ ദൈവവിശ്വാസിയാണെങ്കിൽ ഞാൻ അള്ളാഹുവിൽ അഭയം തേടുകയാണ്. നീ അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ലേ? ആ പെണ്ണ് മറിയം റളിയല്ലാഹു അൻഹ ഒരു അന്യ പുരുഷന്റെ മുമ്പിൽ പെട്ടുപോകുന്നു. ഇത് വാട്സപ്പിലോ ഫേസ്ബുക്കുകളിലോ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയകളിലോ പരിചയപ്പെടുന്ന ഒരു പരിചയപ്പെടലിനോട് വേണമെങ്കിൽ നിങ്ങൾ ഉപമിച്ചേക്കാം. ഒരാളെ പരിചയപ്പെടുന്ന നേരത്ത് അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളാണോ അല്ലയോ? അയാളുടെ ഉദ്ദേശം എന്ത്? ആ മനുഷ്യന്റെ ദുഷ്ടലാക്കുണ്ടോ? എന്തിനാണിത്? എന്തിനാണ് ഈ ഫ്രണ്ട്ഷിപ്പ്? എന്തിന്റെ പേരിലാണിത്? ഇതൊന്നും ചിന്തിക്കാതെ വഴിവിട്ട് ഫ്രണ്ട്ഷിപ്പിന്റെ പിന്നാലെ ഓടുന്ന പെൺകുട്ടികളെ ക്യാമ്പസുകളിൽ ഒരു കാലത്ത് ആൺകുട്ടികൾ പെൺകുട്ടികളുടെ പിന്നാലെ പോയ കാലമുണ്ടായിരുന്നു എന്ന് പറയാം. പക്ഷേ ഇന്ന് പെൺകുട്ടികൾ ആൺകുട്ടികളെ തേടിപ്പിടിക്കുന്ന കാലമത്രേ. മഅദല്ലാഹ്, ഇതെന്തൊരു കാലം! എത്ര വലിയ അത്ഭുതമാണിത്! ഫ്രണ്ട്ഷിപ്പിന്റെ പേര് പറഞ്ഞ് സ്വാതന്ത്ര്യത്തിന്റെ വാദം വാദിച്ചിട്ട് നമ്മുടെ ബന്ധങ്ങളിൽ ഹറാമുകൾ വന്നുപെടുത്തുന്ന ഈ ദുരമൻ അനുഭവങ്ങളിൽ മറിയം ബീവി റളിയല്ലാഹു അൻഹയെ വിശ്വാസിനികൾക്ക് മാതൃകയായി അവരോധിക്കുകയാണ് അല്ലാഹു. എന്താ കാരണം പറഞ്ഞത്? വമറിയം ഇബ്നത ഇംറാൻ അല്ലതി അഹ്സനത് ഫർജഹാ. അവര് ചാരിത്രം സൂക്ഷിച്ചവരായിരുന്നു. വ്യഭിചാരം ഇഷ്ടപ്പെട്ടവളല്ല, അതിന് നിന്നുകൊടുത്തവളല്ല. അഹ്സനത് ഫർജഹാ ഫനഫഖ്നാ ഫീഹി മിർ റൂഹിനാ. അവരുടെ ജൈബിൽ നാം റൂഹ് ഊതി കൊടുക്കുകയാണ് ഉണ്ടായത്. വസദ്ദഖത് ബികലിമാതി റബ്ബിഹാ വകുതുബി. അല്ലാഹുവിന്റെ കിതാബിലും അല്ലാഹുവിന്റെ വചനങ്ങളിലും അടിയുറച്ച് വിശ്വസിക്കുകയാണ് ഉണ്ടായത്. വകാനത് മിനൽ ഖാനിതീൻ. അല്ലാഹുവിന് വേണ്ടി ഒരുപാട് ഇബാദത്ത് ചെയ്ത ചെറുപ്പക്കാരിയായിരുന്നു മറിയം റളിയല്ലാഹു അൻഹാ. ആ മഹദിയയാണ് ലോക മുസ്ലിമീങ്ങൾക്ക്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അല്ലാഹു ഉദാഹരണമാക്കി വെച്ചത്. അതുകൊണ്ട് ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മുടെ മഹത്വം ഉയരുന്നത് റാബിഅത്തുൽ അദവിയെ പോലെ, നഫീസത്തുൽ മിസ്രിയയെ പോലെ, ഉമ്മു ശരീഖ് റളിയല്ലാഹു അൻഹയെ പോലെ, നുസ്രത്തുദ്ദീൻ ഖാത്തൂനിനെ പോലെ,
സൈബുദ്ദീനിനെ പോലെ പ്രഗത്ഭയായ വനിതകൾ നമ്മൾ ഒരുപാട് ചരിത്രത്തിലൂടെ കടന്നു പോകാനിരിക്കുന്നു. ഈ മഹദിമാരൊക്കെ ചെയ്തു വെച്ച ഈമാനിന്റെ പ്രഫുല്ലമായ പാരമ്പര്യം നിലനിർത്താനാവട്ടെ നമ്മുടെ പുറപ്പാട്. അള്ളാഹു ഈ ശുഷ്കമായ ഈ വളരെ വളരെ ലളിതമായ വളരെ ചുരുങ്ങിയ ഈ ജീവിതം നന്മയിൽ ജീവിക്കുകയും ഈ മഹദിമാരോടൊപ്പം മഹാന്മാരോടൊപ്പം സ്വർഗലോകത്തൊരുമിച്ച് കൂടാൻ കഴിയുകയും ചെയ്യുന്ന സൗഭാഗ്യം അല്ലാഹുവേ ഞങ്ങൾക്ക് മുഴുവൻ നീ നൽകണേ തമ്പുരാനെ. ഹസ്ബുക മിൻ നിസാഇൽ ആലമീന ബിഅർബഇൻ, 4 മഹദിമാറിൽ ലോകത്തിന്റെ ഉന്നത ശ്രേണിയിലെത്തിയവരാണ്. മറിയം ബിൻതു ഇമ്രാൻ, ഒന്ന് ഇമ്രാനിന്റെ മകൾ മറിയം ബിവി, വആസിയ ഇംറാത്തു ഫിർഔൻ, ഫിർഔനിന്റെ ഭാര്യയായിരുന്ന ആസിയ, വഖദീജ ബിൻതു ഖുവൈലിദ്, ഹബീബിന് താങ്ങും തണലുമായ ഖദീജ റളിയല്ലാഹു അൻഹ. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നു. മുത്തുനബിയോട് പറയുന്നു, നബിയേ ഇന്നല്ലാഹ യുഖ്രിഉക സലാം വയുഖ്രിഉ ഖദീജത സലാം. നബിയേ അല്ലാഹു അങ്ങയോട് സലാം പറയുന്നു, ഖദീജ ബീവിയോടും സലാം പറയുന്നു. ഇമാം ശഅബി തങ്ങൾ ഖദീജ ബീവിയുടെയും ആയിഷ ബീവിയുടെയും മഹത്വം പറയുന്നിടത്ത് ഖദീജ ബീവിക്കാണ് സ്ഥാനം കൂടുതൽ ഉണ്ടാവാൻ കാരണം. എന്തുകൊണ്ട്? സല്ലമല്ലാഹു അലൈഹ വസല്ലമ ജിബ്രീലു അലാ ആയിഷ. ആയിഷ ബീവിയോട് ജിബ്രീൽ അലൈഹിസ്സലാം സലാം പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഖദീജ ബീവിയോട് അല്ലാഹു സലാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആയിഷ ബീവിയെക്കാളും മഹത്വം ഖദീജ ബീവിക്കുണ്ടെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. ഇരിക്കട്ടെ, ഹബീബിനോട് വന്ന് പറഞ്ഞു കൊടുക്കുന്നു ജിബ്രീൽ അലൈഹിസ്സലാം, നബിയേ അങ്ങേക്ക് കഴിക്കാനുള്ള ഭക്ഷണവുമായി വരുന്നു. അതാ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ബീവി വരുന്നുണ്ട്. നബിയെ അങ്ങേക്ക് കഴിക്കാനുള്ള ഭക്ഷണവുമായിട്ട്, അങ്ങേക്ക് കഴിക്കാനുള്ള ഭക്ഷണവുമായിട്ട് ഭക്ഷണത്തളികയുമായി ഖദീജ ബീവി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഖദീജ ബീവി അങ്ങയുടെ ദിഗത്തേക്കാണ് വരുന്നത്. വന്നു കഴിഞ്ഞാൽ അവരോട് പറയണം, ഇന്നല്ലാഹ യുഖ്രിഉക്കി സലാം, അല്ലാഹു നിങ്ങളോട് അസ്സലാമു അലൈക്കും എന്ന് പറയുന്നുണ്ട് എന്ന് ബീവിയോട് പറയണം നബിയേ. വബശ്ശിർഹാ ബിബൈത്തിൻ ഫിൽ ജന്ന മിൻ ഖസബിൻ ലാ നസബ ഫീഹാ വലാ സഖബ്. നബിയേ ഖദീജ ബീവിക്ക് നാളെ സ്വർഗ്ഗത്തിൽ ഒരു വീടുണ്ടെന്നും പറഞ്ഞു കൊടുക്കണം. മിൻ ഖസബിൻ, മിൻ ഖസബിൻ, മുത്തിനാലുള്ള വടികളെ കൊണ്ട് അല്ലാഹു നൽകുന്ന വീട്. മുത്തിനാലുള്ള ഈദാനുൻ മിൻ ലുഅ്ലുഇൻ, മുത്തുകളുടെ വടികൾക്കാണത്രേ ഖസബ് എന്ന് പറയുന്നത്. അതുകൊണ്ടുണ്ടാക്കിയ മനോഹരമായ ഒരു വീട് അല്ലാഹു ഖദീജ ബീവിക്ക് നൽകുന്നുണ്ട്. ലാ സഖബ ഫീഹാ വലാ നസബ്. അവിടെ ഒരു അനാവശ്യ വർത്തമാനം അവർ കേൾക്കേണ്ടി വരില്ല, അവിടെ അവർ ക്ഷീണിക്കേണ്ടി വരില്ല നബിയെ, അവരൊരു അപശബ്ദം അവിടെ കേൾക്കേണ്ടി വരില്ല. അങ്ങേക്ക് വേണ്ടി തളർന്നവരാണവർ, അങ്ങേക്ക് വേണ്ടി ക്ഷീണിച്ചവരാണവർ, അങ്ങേക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തവരാണവര്. നബിയേ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയല്ലയോ അങ്ങേക്ക് നബുവത്തിന്റെ ആദ്യ അവതരണം ഉണ്ടായപ്പോൾ കല്ലാ വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദാ, അല്ലാഹു നിങ്ങളെ ഒരിക്കലും കൈവിടിയില്ല നബിയേ. ഇഖ്റഇന്റെ അവതരണം ഉണ്ടായി. ഹബീബായ നബി തങ്ങൾ തളർന്ന് പനി പിടിച്ച് ഓടി വരുമ്പോ ലാ വല്ലാഹി നബിയേ ലാ യുഖ്സികല്ലാഹു അബദാ, അല്ലാഹു ഒരിക്കലും നിങ്ങളെ കൈവിടിയില്ല നബിയേ. ഇത് ആശ്വാസത്തിന്റെ വചനം ഹബീബിനോട് പറഞ്ഞു കൊടുത്ത മഹദിയാണ് ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹ. മക്കയിലെ പരിശുദ്ധമായ ഖബർസ്ഥാനിൽ ജന്നത്തുൽ മുഅല്ലയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ബാഫക്കി തങ്ങളൊക്കെ കിടക്കുന്ന ആ ഭാഗം ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മഹദിയായ ഖദീജ ബീവിയെ കിടത്തിയിരിക്കുന്ന ജന്നത്തുൽ മുഅല്ലയിൽ, ജന്നത്തുൽ മുഅല്ലയിൽ കിടക്കുകയാണ് മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ. ഹബീബായ നബി തങ്ങൾ മക്കയിൽ വരുമ്പോഴെല്ലാം ബീവിയെ ചെന്ന് കാണാറുണ്ട്, സിയാറത്ത് ചെയ്യാറുണ്ട്. എത്രയാണ് അനുഭവങ്ങൾ പറഞ്ഞത്. ആയിഷ ബീവിയും മറ്റു ഭാര്യമാരും ഒക്കെ ഉണ്ടായതിന്റെ ശേഷവും എന്റെ ഖദീജയെ പോലെ നിങ്ങൾക്കാവാൻ കഴിയില്ല. ഒരാടർത്ത് മാംസം കിട്ടിയാൽ നബി തങ്ങൾ ചോദിക്കും, ഖദീജയുടെ കൂട്ടുകാരിക്ക് കൊണ്ടുപോയി കൊടുക്ക്, ഖദീജയുടെ കൂട്ടുകാരിക്ക് കൊണ്ടുപോയി കൊടുക്ക്, ഖദീജയുടെ ആ പരിചയക്കാരിക്ക് കൊണ്ടുപോയി കൊടുക്ക്. ഇങ്ങനെ ആ മാംസം ഖദീജ ബീവിയുടെ ബന്ധുക്കൾക്ക്, ഖദീജ ബീവിയുടെ കൂട്ടുകാരികൾക്ക് വിതരണം ചെയ്യുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അന്നൊരിക്കൽ ദേഷ്യപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്. ഹബീബായ നബിയോട് സ്നേഹ കൂടുതൽ കൊണ്ട് ചോദിച്ചു പോയിട്ടുണ്ട്, നബിയേ ഖദീജയല്ലാത്തൊരു പെണ്ണൊന്നും ലോകത്തില്ല നബിയേ. ആ വൃദ്ധയായ പെണ്ണിന് പകരം നല്ല 1-ാം നമ്പർ ചെറുപ്പക്കാരിയെ അല്ലാഹു നിങ്ങൾക്ക് പകരം തന്നിട്ടില്ല നബിയേ. 70 വയസ്സിൽ മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നവരെ നബി തങ്ങൾ വേറൊരു കല്യാണം കഴിച്ചിട്ടില്ലെന്നറിയണം. 70 വയസ്സിലാണ് അവർ വഫാത്താകുന്നത്. 70ഓളം വയസ്സായപ്പോ
മുത്തനബി തങ്ങളാണെങ്കിലോ 53 വയസ്സ്. അത്രയും പ്രായക്കൂടുതലുള്ള ഒരു ഉമ്മയുടെ സ്ഥാനത്ത് നിന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ അത്രക്ക് സ്നേഹിച്ചില്ലേ നമ്മുടെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ആ ഹബീബിനെയാണോ നബി തങ്ങളുടെ മൾട്ടിപ്പിൾ വിവാഹങ്ങൾ നടന്നതിന്റെ പേരിൽ അത് അല്ലാഹു ചെയ്തതല്ലേ? തങ്ങൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ നുബുവത്തിന്റെ മുമ്പ് തങ്ങളുടെ വ്യക്തിപരമായ ഒരു ചോയ്സ് കൊണ്ട് ഒരു വിവാഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒന്നാണ്. ഒരു വിവാഹമാണ് നബി തങ്ങൾ ചെയ്തത്. പക്ഷേ അള്ളാഹുവിന്റെ വഹീനാൽ പ്രവർത്തിക്കേണ്ടവരാണ് നബി തങ്ങൾ. നുബുവത്ത് കിട്ടിയാൽ പിന്നെ അള്ളാഹു പറയുന്നതേ നബിക്ക് ചെയ്യാൻ കഴിയൂ. അവിടെ പിന്നെ നബി തങ്ങളുടെ പേഴ്സണൽ ചോയ്സ് അല്ല, പിന്നെ അള്ളാഹുവിന്റെ നിർബന്ധമാണ്. ആ നിർബന്ധത്തിന് വഴങ്ങിയല്ലേ നബി തങ്ങൾ മറ്റു വിവാഹങ്ങളൊക്കെ ചെയ്തത്. അങ്ങനെ ഒരു ശാരീരിക ആഗ്രഹം നബി തങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ 70 വയസ്സുള്ള ഒരു ഭാര്യയെ 53 വയസ്സുള്ള ഹബീബ് കൊണ്ടു നടക്കുമായിരുന്നു. 10-25 കൊല്ലം നബി തങ്ങൾ ജീവിക്കുമോ? ഖദീജ ബീവി നബിയെക്കാളും 15 വയസ്സേറെയല്ലേ? 15 വയസ്സേറെയല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ 15 വയസ്സ് കൂടുതൽ. ഭാര്യയ്ക്കും ഭർത്താവിനും 1 വയസ്സായാൽ തന്നെ രണ്ടുപേരും എത്ര പ്രായ വ്യത്യാസം കാണിക്കും? 2-3 കൊല്ലം കഴിഞ്ഞാൽ, 1-2 കുട്ടികളായി കഴിഞ്ഞാൽ ആണിനും പെണ്ണിനും എത്ര പ്രായ വ്യത്യാസം കാണിക്കും? ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് മക്കളുണ്ടായിട്ടുണ്ട് വേറെ ഭർത്താക്കന്മാരിൽ. വേറെ 2 ഭർത്താക്കന്മാരുടെ കൂടെ ജീവിച്ച വിധവയാണവര്. ആ മഹദിയെ നബി തങ്ങൾ വിവാഹം ചെയ്തിട്ട് 10-25 കൊല്ലം നബി തങ്ങൾ ജീവിച്ചില്ലേ റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? നബി തങ്ങളുടെ വിവാഹത്തിന്റെ പിന്നിൽ വൈകാരികമായ ആഗ്രഹമാണെങ്കിൽ നബി തങ്ങൾക്കത് നേരത്താവാമായിരുന്നില്ലേ? പക്ഷേ നുബുവത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു പറയുന്നതേ നബി തങ്ങൾക്ക് ചെയ്യാൻ കഴിയൂ. അള്ള വിവാഹം ചെയ്യണമെന്ന് പറഞ്ഞാൽ നബി തങ്ങൾ ചെയ്യും. അള്ള വേണ്ടെന്ന് പറഞ്ഞാൽ തങ്ങൾ ചെയ്യൂല. തങ്ങളുടെ വ്യക്തിപരമായ ഒരു ചോയ്സ് കൊണ്ട് തങ്ങൾ ചെയ്ത വിവാഹം അത് ഒന്നാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ആ മഹദി വഫാത്താകുന്നവരെ വേറെ ഒരു കല്യാണം ഹബീബ് കഴിച്ചിട്ടില്ല എന്നും നമ്മൾ ചേർത്ത് വായിക്കണം. ഹബീബായ നബി തങ്ങളുടെ അത്രയും സ്നേഹനിധിയായ ഭാര്യയായിരുന്നു. പ്രായ കൂടുതൽ ഉണ്ടായിട്ടും നബി തങ്ങളെ എത്രയോ സ്നേഹിച്ച മഹദിയാണ് നമ്മുടെ ഉമ്മയായ ഖദീജത്തുൽ കുബ്ര. ആയിഷ ബീവി ചോദിക്കുകയാണ്, നബിയേ, ഖദീജ ബീവിയെക്കാളൊക്കെ 1 നമ്പർ ചെറുപ്പക്കാരിയല്ലേ ഞാനുള്ളപ്പോ ആ പ്രായമായ പെണ്ണിന്റെ കഥ പറയണോ? അപ്പോഴാണ് നബി തങ്ങൾ പറയുന്നത്, ലാ യാ ആയിഷ, അല്ല ആയിഷ, നിങ്ങൾ മനസ്സിലാക്കിയതുപോലെയല്ല. ഖാനത്ത് ഖൈത വഖൈത, എന്റെ ഖദീജയെ പോലെ ആവാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല ആയിഷ. ആ ആയിഷ ഖദീജ ബീവി വല്ലാത്തൊരു മഹദിയായിരുന്നു. ഖദീജ ബീവി വളരെ മഹത്വമുള്ളവരായിരുന്നു. ഖദീജ ബീവി വല്ലാത്തൊരു ഭാര്യയായിരുന്നു. ഖദീജ ബീവിയെ പോലെ നിങ്ങളെ കൊണ്ട് ആവാൻ കഴിയില്ലെന്ന് മുത്തുനബി തങ്ങൾ പറയുമ്പോൾ അറിയണം, ഹബീബായ നബി തങ്ങൾ ഭൗതികമായ, ശാരീരികമായ, വൈകാരികമായ ഒരു ആഗ്രഹത്തിന് പിന്നാലെ നടന്നവരല്ല. ഹബീബുനാ റസൂലുള്ളാഹി മഅദല്ലാഹ്, മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഹസ്ബുക മിൻ നിസാഇൽ ആലമീന ബിഅർബഇൻ, ലോക മഹിതകളിൽ ഉന്നത സ്ഥാനം വഹിച്ചവരാണ് ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹ.